Hi all, welcome to CTune's online coaching for Kerala PSC Assistant Professor in Physics 2020. നമുക്ക് അറിയാം കേരള PSC ഫിസിക്സ് അസിസ്റ്റന്റ് പ്രൊഫസറിലേക്ക് പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു. ആപ്ലിക്കേഷൻ ഡെഡ്ലൈൻ ജനുവരി 15 ആണ്. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു 6 മാസത്തിനകം പരീക്ഷയും പ്രതീക്ഷിക്കാം. അപ്പോൾ പരീക്ഷയുടെ പാറ്റേണിനെ കുറിച്ചും സിലബസിനെ കുറിച്ചും ഒരു ഏകദേശം ഐഡിയ ഞാൻ ആദ്യം തരാം. പരീക്ഷയുടെ പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ കഴിഞ്ഞ അസിസ്റ്റന്റ് കോളേജിയറ്റ് ലെക്ചറർ പരീക്ഷ വരെ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയായിരുന്നു നടത്തിയിരുന്നത്. ഈ വർഷം ചിലപ്പോൾ അതിൻ്റെ പാറ്റേൺ ഒന്ന് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ആക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിലും ഒബ്ജക്റ്റീവ് ആണെങ്കിലും നമുക്കറിയാം പരീക്ഷ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും. നമ്മൾ നെറ്റ് പോലത്തെ ഹാർഡ് പ്രോബ്ലംസ് ഒന്നും കാണില്ല. ചെറിയ പ്രോബ്ലംസും കൂടുതൽ കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് തയ്യാറെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് സിലബസ് ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ ഫിസിക്സിലെ 7 മൊഡ്യൂൾ ആയിട്ട് വിഭജിച്ചിരിക്കുകയാണ്. ഏറ്റവും ആദ്യം മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഓഫ് ഫിസിക്സ്, മാത്തമാറ്റിക്കൽ ഫിസിക്സ്, then classical mechanics, quantum mechanics, electrodynamics and statistical physics, പിന്നീട് spectroscopy and condensed matter physics, then module 6 nuclear and particle physics and electronics, then the last module is recent developments in physics. ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം മാത്തമാറ്റിക്കൽ മെത്തേഡ്സിൽ പറയുന്നത് വെക്ടേഴ്സ് നമുക്ക് 3 ആയിട്ട് വേണ്ടി ഡിവൈഡ് ചെയ്യാം. മാത്തമാറ്റിക്സ് വെക്ടേഴ്സ് അതിൽ വരുന്ന കാര്യങ്ങളാണ് വെക്ടേഴ്സ്, മെട്രിസസ്, ടെൻസേഴ്സ്, ഗ്രൂപ്പ് തിയറി, ഇതെല്ലാം അതിൽ വരുന്നതാണ്. അതുപോലെ തന്നെ മെട്രിസസിൽ നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ കെയ്ലി ഹാമിൽട്ടൺ തിയറം, ഐഗൻ വാല്യൂസ്, ഐഗൻ വെക്ടേഴ്സ് എന്നൊക്കെയാണ്. അതുപോലെ നമുക്ക് മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ വരുന്ന മറ്റൊരു ഭാഗമാണ് സ്പെഷ്യൽ ഫംഗ്ഷൻസ്. പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഹെർമൈറ്റ്, ബെസൽ, ലെഗെയർ ആൻഡ് ലെജൻഡർ ഫംഗ്ഷൻസ്, ഇതെല്ലാം നമുക്ക് ഫിസിക്കൽ ആപ്ലിക്കേഷൻസ് വരുന്ന ഫംഗ്ഷൻസ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഗാമ ഫംഗ്ഷൻ, ബീറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു 2 ഫംഗ്ഷൻസ് കൂടെ, അതിൻ്റെ രണ്ടും ഡിഫറെൻറ്റ് നേച്ചർ ആണെങ്കിലും അതിൻ്റെ കൂടെ തന്നെ സ്പെഷ്യൽ ഫംഗ്ഷൻസ് എന്ന ഭാഗത്ത് തന്നെയാണ് ഈ ഗാമ ഫംഗ്ഷനും ബീറ്റ ഫംഗ്ഷനും കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് കോംപ്ലക്സ് അനാലിസിസ്. ഓക്കെ, കോംപ്ലക്സ് അനാലിസിസ് നമുക്ക് അനലിറ്റിക് ഫംഗ്ഷൻ ഉണ്ട്, ടൈലർ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻസ് പറയുന്നുണ്ട്, പോൾസ്, റെസിഡ്യൂസ്, പിന്നെ ഇന്റഗ്രൽസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോംപ്ലക്സ് അനാലിസിസിൽ റെസിഡ്യൂ തിയറം ഉപയോഗിച്ച് ഇന്റഗ്രൽസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഫൊറിയർ സീരീസ്, ഫൊറിയർ ആൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോംസ്, ഇത്രയും ഭാഗങ്ങളാണ് മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ പറയുന്നത്. പിന്നീട് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിലേക്ക് വരുന്നു. ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമുക്ക് ന്യൂട്ടൺസ് ലോസ്, അതുപോലെ ലഗ്രാഞ്ചിയൻ ആൻഡ് ഹാമിൽട്ടോണിയൻ ഫോർമാലിസം, കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് പോയ്സൺ ബ്രാക്കറ്റ്, ദെൻ ഹാമിൽട്ടൺ ജാക്കോബി തിയറി, റിജിഡ് ബോഡി ഡൈനാമിക്സ്, സ്മോൾ ഓസിലേഷൻസ്, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, നോൺ ലീനിയർ ഡൈനാമിക്സ്, ലോജിസ്റ്റിക്സ് മാപ്പ്, ബൈഫർക്കേഷൻ, അട്രാക്ടേഴ്സ് ആൻഡ് ഫ്രാക്റ്റൽ ഡയമെൻഷൻസ്. ഇത് നമ്മുടെ MSc സിലബസിൽ മിക്കവാറും കാണാത്തൊരു ഭാഗമാണ് ഈ അവസാനം പറഞ്ഞത്. ലോജിസ്റ്റിക്സ് മാപ്പ്, അതുപോലെ ബൈഫർക്കേഷൻ, അട്രാക്ടേഴ്സ് ആൻഡ് ഫ്രാക്റ്റൽ ഡയമെൻഷൻ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, മൊഡ്യൂൾ 3 വിച്ച് ഇസ് ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ പറയുന്നത് വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി, ഫണ്ടമെന്റൽ പോസ്റ്റുലേറ്റ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, ഷ്രോഡിംഗർ പിക്ചർ ആൻഡ് ഹൈസൻബർഗ് പിക്ചർ, ഐഗൻ വാല്യൂ പ്രോബ്ലം. അതിൽ ഐഗൻ വാല്യൂ പ്രോബ്ലംസ് നമ്മൾ 2 പ്രോബ്ലംസ് ആണ് കാര്യമായിട്ട് പറയുന്നത്, പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ആൻഡ് ഹാർമോണിക് ഓസിലേറ്റർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈഡ്രജൻ ആറ്റം ഒമിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഹൈഡ്രജൻ ആറ്റം, എന്നാലും നമ്മുടെ സിലബസിൽ അത് കാണുന്നില്ല. പിന്നീട് ടണലിംഗ് ത്രൂ ബാരിയർ, ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ദെൻ ആൾജിബ്ര ഓഫ് ലീനിയർ വെക്ടർ സ്പേസ്, ഡിറാക് നൊട്ടേഷൻ, ആംഗുലർ മൊമെന്റം ആൾജിബ്ര, അതിൽ സ്പിൻ അഡീഷൻ, ആംഗുലർ മൊമെന്റം എറ്റ്സെട്ര വരുന്നുണ്ട്. അതേപോലെ ടൈം ഇൻഡിപെൻഡന്റ് പെർട്ടുർബേഷൻ തിയറി ആൻഡ് ആപ്ലിക്കേഷൻസ്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടൈം ഡിപ്പെൻഡന്റ് പെർട്ടുർബേഷൻ തിയറിയും വരുന്നുണ്ട്. അതേപോലെ വേരിയേഷൻ മെത്തേഡ്, ഫെർമി ഗോൾഡൻ റൂൾ, അതൊക്കെ ടൈം ഡിപ്പെൻഡന്റ് പെർട്ടുർബേഷൻ തിയറിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇതുപോലെ എലിമെന്ററി തിയറി ഓഫ് സ്കാറ്ററിംഗ്, ഫേസ് ഷിഫ്റ്റ്സ്, പാർഷ്യൽ വേവ്സ്, ബോൺ അപ്രോക്സിമേഷൻ. പിന്നീട് റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ്, ക്ലെയിൻ ഗോർഡൻ ആൻഡ് ഡിറാക് ഇക്വേഷൻസ്.
പിന്നീട് നമ്മൾ മൊഡ്യൂൾ 4ലേക്ക് പോകുമ്പോൾ ഇലക്ട്രോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് എന്നാണ് ഈ മൊഡ്യൂളിൽ രണ്ട് ടോപ്പിക്സ് ആണ്. ഒന്നാമത്തെ മൊഡ്യൂൾ ഇലക്ട്രോഡൈനാമിക്സ് ആണ്. എ പാർട്ട് ഇലക്ട്രോഡൈനാമിക്സ് ആണ്. ഇലക്ട്രോഡൈനാമിക്സ് നമുക്ക് റിവ്യൂ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, അതിൽ ഗോസ് ലോ, ബയോട്ട് സാവേർട്സ് ലോ, അതുപോലെ ആംബിയേഴ്സ് തിയറം ഇതൊക്കെയാണ് വരുന്നത്. അതുപോലെ മാക്സ്വെൽസ് ഇക്വേഷൻസ് ഇൻ ഫ്രീ സ്പേസ് ആൻഡ് ലീനിയർ ഐസോട്രോപിക് മീഡിയ, boundary conditions on the fields at interfaces, scalar and vector potentials. പിന്നീട് retarded potentials വരുന്നുണ്ട്, ലേണാർഡ് വിഷേർഡ് പൊട്ടൻഷ്യൽ വരുന്നുണ്ട്, ഫീൽഡ് ഓഫ് എ മൂവിങ് പോയിന്റ് ചാർജ്, അതാണ് ലേണാർഡ് വിഷേർഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ ഫ്രീ സ്പേസ്, ഡൈഇലക്ട്രിക്സ് ആൻഡ് കണ്ടക്ടേഴ്സ്, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, പോളറൈസേഷൻ, ട്രാൻസ്മിഷൻ ലൈൻസ് ആൻഡ് വേവ് ഗൈഡ്സ്. ഇത്രയും ഭാഗങ്ങളാണ് ഇലക്ട്രോഡൈനാമിക്സിൽ വരുന്നത്. പിന്നീട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിൽ വരുന്നത് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ്, ഫേസ് സ്പേസ്, മൈക്രോ ആൻഡ് മാക്രോ സ്റ്റേറ്റ്സ്, മൈക്രോ കാനോണിക്കൽ, കാനോണിക്കൽ ആൻഡ് ഗ്രാൻഡ് കാനോണിക്കൽ എൻസംബിൾസ് ആൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻസ്. ദെൻ ക്ലാസിക്കൽ ആൻഡ് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ്, ഐഡിയൽ, ബോസ് ആൻഡ് ഫെർമി ഗ്യാസസ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷൻസ്. പിന്നീട് ഡയാമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം ആൻഡ് ഫെറോമാഗ്നറ്റിസം. പിന്നീട് മൊഡ്യൂൾ 5 സ്പെക്ട്രോസ്കോപ്പി ആൻഡ് കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ്. അതിൽ രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് സ്പെക്ട്രോസ്കോപ്പി. ഈ സ്പെക്ട്രോസ്കോപ്പി നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു ഭാഗമായിട്ട് പറയാം. അതിൽ ഇൻട്രൊഡക്ഷൻ ടു അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി, അത് നമ്മൾ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് വരുന്നുണ്ട്, സ്പിൻ കപ്ലിംഗ് വരുന്നുണ്ട്, അതുപോലെ ഓർബിറ്റൽ കപ്ലിംഗ്, അതുപോലെ ഇതിൽ രണ്ടുകൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ജെ കപ്ലിംഗ് ഉണ്ട്. ദെൻ സീമാൻ ഇഫക്റ്റ്, സ്റ്റാർക്ക് ഇഫക്റ്റ്, Landé G factor, electronic, rotational and vibrational Raman spectra of diatomic molecules, selection rules, spin resonance spectroscopy, NMR, ESR, അതുപോലെ മോസ്ബാർ സ്പെക്ട്രോസ്കോപ്പി, ലേസർ, സ്പോണ്ടേനിയസ് ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ, ഐൻസ്റ്റൈൻ കോഎഫിഷ്യൻസ്, ഒപ്റ്റിക്കൽ പമ്പിംഗ്, പോപ്പുലേഷൻ ഇൻവേർഷൻ, റേറ്റ് ഇക്വേഷൻ, മോഡ്സ് ഓഫ് റെസൊനേറ്റേഴ്സ് ആൻഡ് കോഹറൻസ് ലെങ്ത്. ഇത്രയും കാര്യങ്ങളാണ് സ്പെക്ട്രോസ്കോപ്പിൽ വരുന്നത്. പിന്നീട് കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ്, അതിൻ്റെ രണ്ടാം ഭാഗം. അതിൽ ബ്രവേസ് ലാറ്റിസ്, റെസിപ്രോക്കൽ ലാറ്റിസ്, ഡിഫ്രാക്ഷൻ ആൻഡ് ദ സ്ട്രക്ചർ ഫാക്ടർ, ബ്രിലൂയിൻ സോൺ, വൈബ്രേഷൻ ഓഫ് ക്രിസ്റ്റൽസ് വിത്ത് മോണോ അറ്റോമിക് ആൻഡ് ഡയാറ്റോമിക് ബേസിസ്, then phonon heat capacity, density of states in 1 and 3 dimensions, Einstein and Debye models, free electron theory of electronic specific heat, Hall effect, superconductivity, type 1 and type 2 superconductors, Josephson functions, BCS theory. ഇത്രയും കാര്യങ്ങളാണ് കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ്. മൊഡ്യൂൾ 6 പറയുന്നത് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. അതിൽ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്നുള്ള ഭാഗത്ത് ന്യൂക്ലിയർ പ്രോപ്പർട്ടീസ്, സൈസ്, ഷേപ്പ്, ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, സ്പിൻ ആൻഡ് പാരിറ്റി, ബൈൻഡിങ് എനർജി, സെമി എംപിരിക്കൽ മാസ് ഫോർമുല, ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ, നേച്ചർ ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ്, എലിമെന്ററി ഐഡിയാസ് ഓഫ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ഡീകേ ആൻഡ് their selection rules, fission and fusion, nuclear reactions, then reaction cross section, Q value, then elementary particles and their quantum numbers, quark model. ഇത്രയാണ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന സെക്ഷനിൽ വരുന്നത്. പിന്നീട് ഇലക്ട്രോണിക്സ് എന്ന് വരുന്ന മറ്റൊരു ഭാഗം വരുന്നുണ്ട്. സെമി കണ്ടക്ടർ ഡിവൈസസ്, അതായത് ഡയോഡ്സ്, ഫങ്ഷൻസ്, ട്രാൻസിസ്റ്റേഴ്സ്, FET എന്നൊക്കെയാണ് ഇതിൽ വരുന്നത്. അതുപോലെ ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സ്, ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ്, എക്സാമ്പിൾ സോളാർ സെൽസ്, ഫോട്ടോ ഡിറ്റക്ഷൻ, LED ഇതൊക്കെ ഇതിൽ വരുന്നു. അതുപോലെ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് ആൻഡ് ദർ ആപ്ലിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഡിജിറ്റൽ ടെക്നിക്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്, രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സ്, കമ്പാരറ്റേഴ്സ്, അനലോഗ് ടു ഡിജിറ്റൽ ആൻഡ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സ്. ഇത്രയാണ് ഇലക്ട്രോണിക്സിൽ വരുന്നത്. പിന്നെ അവസാന മൊഡ്യൂള് റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു റിസർച്ച് ലെവലിലുള്ള ടോപ്പിക്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ റിസർച്ചിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മൊഡ്യൂളാണ് അവസാനത്തെ മൊഡ്യൂൾ. അതിൽ കാര്യമായിട്ട് പറയുന്നത് 5 ഭാഗങ്ങളാണ്. ഒന്ന് നാനോ ടെക്നോളജി, നോൺ ലീനിയർ ഡൈനാമിക്സ്, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്, എവല്യൂഷൻ ഓഫ് യൂണിവേഴ്സ് ആൻഡ് ബേസിക് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഈ 5 മൊഡ്യൂൾസ് ആണുള്ളത്. ചെറിയ സബ് മൊഡ്യൂൾസ് ആണ് ഈ അവസാന മൊഡ്യൂളിൽ വരുന്നത്. അതിൽ ആദ്യം നാനോ ടെക്നോളജിയിൽ പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ, സെമി കണ്ടക്ടർ, rare gas and molecular nano clusters, superconducting fullerene, then quantum confined materials, quantum wells, wires, dots and rings, metamaterials, graphene. ഇത്രയാണ് നാനോ ടെക്നോളജി വരുന്നത്. പിന്നീട് നോൺ ലീനിയർ ഡൈനാമിക്സിൽ വരുന്നത് സൊളൈറ്റോൺസ്, ഇഫക്റ്റ് ഓഫ് നോൺ ലീനിയറിറ്റി ആൻഡ് ഡിസ്പേർഷൻ. പിന്നീട് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്നുള്ള ഭാഗത്ത് വരുന്നത് വിൻഡ് എനർജി, സോളാർ എനർജി, ടൈഡൽ എനർജി ആൻഡ് ബയോ എനർജീസ്. പിന്നീട് എവല്യൂഷൻ ഓഫ് യൂണിവേഴ്സ് പറയുന്നത് ബിഗ് ബാങ് തിയറി, അതുപോലെ സ്പോണ്ടേനിയസ് സിമെട്രി ബ്രേക്കിംഗ്, ഹിഗ്സ് ബോസോൺ, ഇതൊക്കെയാണ്. പിന്നീട് അവസാനം നമുക്ക് ബേസിക്സ് ഓഫ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിലബസിൻ്റെ ഒരു ഓവറോൾ പിക്ചർ. അപ്പോൾ നമുക്ക് ഓരോ ഭാഗവും വളരെ കൺസെപ്ച്വൽ ആയിട്ട് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിലൂടെ മുന്നോട്ട് പോകാം.